ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ഡിജിറ്റൽ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെ ഫ്രീ ആയിട്ട് പ്രൊഫഷണൽ വെബ്സൈറ്റ് നിർമ്മിക്കാം, കൂടാതെ ഡിജിറ്റലായിട്ട് ഫ്രീ ആയി ഓൺലൈനിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിലൂടെ വിശദമായി പറയുന്നുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളൊരു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെ അടിപൊളി വെബ്സൈറ്റുകൾ കളർഫുള്ളായിട്ട് നമുക്ക് ഫ്രീ ആയി നിർമ്മിക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അടിപൊളിയായിട്ട് നല്ല AI വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയതായിട്ട് യാതൊരുവിധ കോഡിങ്ങോ കാര്യങ്ങളോ നോളജോ എക്സ്പീരിയൻസോ ഒന്നും തന്നെ വേണ്ട. സിമ്പിളായിട്ട് ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒരു അടിപൊളി വെബ്സൈറ്റ് നമ്മുടെ എന്താവശ്യത്തിന് വേണ്ടി, സാധാരണ ബിസിനസ് ആവശ്യങ്ങൾക്കാണല്ലോ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കും. നമ്മുടെ മീഷോയുടെ പ്രൊഡക്റ്റുകൾ അതല്ലെങ്കിൽ ആമസോൺ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ഓൺലൈനിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലാൻഡിങ് പേജിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടിപൊളി വെബ്സൈറ്റുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു റെഡി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഇതുപോലത്തെ കളർഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നാലേ ഇതിലെ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഗൈസ്, തുടർന്നും ഇതുപോലത്തെ മണി മേക്കിംഗ് വീഡിയോസുകൾ, അതുപോലെ തന്നെ ഓൺലൈൻ ടെക്നിക്കുകൾ, AI വീഡിയോസുകൾ, അതുപോലെ തന്നെ ഓൺലൈൻ ജോബുകൾ, ഗൾഫ് കൺട്രീസ്, ഒരുപാട് വീഡിയോസുകൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണം. ഒന്ന്, നമുക്ക് ChatGPT എന്ന് പറയുന്ന ഒരു സംഭവം വേണം. ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലും നിർമ്മിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഫോണിലും വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനത് ലാപ്ടോപ്പ് സ്ക്രീനിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ChatGPT ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രോംപ്റ്റ്, നമുക്ക് എന്ത് വിഷയത്തിനെ കുറിച്ചാണ് വെബ്സൈറ്റ് ഉണ്ടാക്കേണ്ടത്, ഓൺലൈൻ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് വേണം, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രസ്സുകൾ അതുപോലത്തെ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് കെമേരിക്കലായിട്ടുള്ളത്, ഹൗസ് ഹോൾഡ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസുകളൊക്കെ സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് നിർമ്മിക്കണം. അതുപോലെ വെബ്സൈറ്റ് നമുക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണം. അപ്പോൾ എന്താണ് നമ്മുടെ ആശയം, അത് നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ട് നമ്മൾ ChatGPTയിലേക്ക് അത് കൊടുക്കുക. ChatGPT നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഒരു പ്രോംപ്റ്റ്, വെബ്സൈറ്റ് നിർമ്മിക്കാനുള്ള ഒരു പ്രോംപ്റ്റ് നമുക്ക് തയ്യാറാക്കി തരും. അങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം ആ പ്രോംപ്റ്റ് നമ്മൾ ഇവിടെ വെച്ച് കോപ്പി ചെയ്യുക. കേസ് ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നിട്ട് അത് നിങ്ങൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ടെലിഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവിടെ വെച്ച് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്താലും നിങ്ങൾക്കതിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ റെഡി എന്ന് AI എന്ന് നിങ്ങളുടെ ക്രോം ബ്രൗസറിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. അതിൽ ഫസ്റ്റ് വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഗൈസ്, അവിടെ നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുക, ഒരു ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോംപ്റ്റ് നിങ്ങളിവിടെ കൊടുക്കുക. പ്രോംപ്റ്റ് ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റ് ഇവിടെ നിങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. വലത്തെ സൈഡിൽ അനലൈസ് ചെയ്യുകയാണ് നമ്മുടെ പ്രോംപ്റ്റിനെ, എന്നിട്ട് വെബ്സൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. കേസ്, നമുക്കിവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും, വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ഇവിടെ നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. ഇനി നമുക്ക് ഇതിന് ആവശ്യാനുസരണം ഇതിൻ്റെ ടൈറ്റിൽ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ മെനു കാര്യങ്ങൾ, പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് ഫ്രീ ആയി ചെയ്യാം. ഇവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു ഫസ്റ്റ് പേജ് ഇവിടെ വളരെ മനോഹരമായിട്ട് തന്നെ
കുറച്ച് പ്രൊഡക്റ്റുകൾ സാമ്പിളായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട്. താഴെ നമുക്ക് ആ ഫേസ്ബുക്ക്, ട്വിറ്ററിൻ്റെ ഒക്കെ ആ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗൈസ്. വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തതിന് സമയം ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് നമുക്ക് ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം എന്നാണ് ഇനി പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് പേജിനെ, ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേജിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഗൈസ്. അതിനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ AI വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതായത് നമ്മുടെ വലത്തെ സൈഡിലെ ഈ ഒരു ബോക്സിൽ നമുക്ക് എന്താണ് ചേഞ്ച് ചെയ്യേണ്ടത് വെച്ചാൽ അത് ഇവിടെ കൊടുക്കുക. നമുക്കിവിടെ കൊടുക്കാം ചേഞ്ച് ഫസ്റ്റ് നമ്മുടെ എന്താ പറയുക, ഫസ്റ്റ് നമ്മുടെ ടൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇവിടെ കൊടുക്കാം ഡിസ്കവർ അമേസിങ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം ഗൈസ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കൊടുക്കാം ഗൈസ്. ഈ ഒരു ഫസ്റ്റ് ടൈറ്റിൽ ഉണ്ടല്ലോ, അത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക ഈ ടൈറ്റിലിനെ. എന്നിട്ട് എന്ത് ചെയ്യുക ഗൈസ്, വളരെ സിമ്പിളാണ്. നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കട്ടെ, നമ്മുടെ ഫസ്റ്റ് ടൈറ്റിൽ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ ഗൈസ്, നമുക്കിവിടെ കൊടുക്കാം ഫസ്റ്റ് ടൈറ്റിൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യുക, ഇവിടെ കാണാൻ കഴിയും ജനറേറ്റ് എന്ന് പറയുന്ന ഈ ഒരു അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറയാം. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ഷോപ്പ്, നമ്മുടെ ഷോപ്പിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. ഓൺലൈൻ ഷോപ്പ് എന്ന് നമുക്ക് കൊടുക്കാം ഗൈസ്. ഓൺലൈൻ ഷോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ ഷോപ്പ് എന്നോ ഓൺലൈൻ ഷോപ്പ് എന്നോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ടൈറ്റിൽ വളരെ പെട്ടെന്ന് തന്നെ ആ ടൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് തരുന്നതാണ് ഗൈസ്. ഓക്കെ, കണ്ടോ ഇവിടെ ചേഞ്ച് ചെയ്യേണ്ട ഗൈസ്. നമ്മുടെ ആ ഒരു മോഡിഫൈ അനലൈസ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഇത് മാറിയിട്ട്, ടൈറ്റിൽ മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു വെബ് പേജിൻ്റെ ആ ഒരു നെയിം മാറിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും മാറിയിട്ടുണ്ട്, കണ്ടോ, ഡിസ്കവർ അമേസിങ് പ്രൊഡക്റ്റ് ഓൺലൈൻ ഷോപ്പ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, ഇവിടെ കൊടുക്കുക. നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇതുപോലത്തെ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലൈറ്റ് ചെയ്യണത് സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ അതിവിടെ കൊടുക്കുക. നമുക്കിവിടെ കൊടുക്കുക, എന്ത് കൊടുക്കുക, ഓൾ ബട്ടൺസ് ചേഞ്ച് ആനിമേഷൻ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കുക. ലൈറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും നമുക്ക് വേറെ ലൈറ്റായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് തന്നെ നമുക്ക് നല്ലൊരു ഒരു ഫ്രഷ്നെസ് ആയിട്ട് നമുക്ക് തോന്നുന്ന വിധത്തിൽ അത് നമുക്ക് ചെയ്തു തരും ഗൈസ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ ലുക്കിൽ നമുക്ക് ഓരോ വെബ്സൈറ്റും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡിസൈൻ ചെയ്തെടുക്കാം, അതും ഫ്രീ ആയിട്ട് ഗൈസ്. നമുക്കിനി എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിന് നമുക്ക് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ നമ്മളത് പബ്ലിഷ് അല്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഡിസ്ക് ടോപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കട്ടോ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ മൊബൈൽ വേർഷനിലേക്കും നമുക്ക് എന്ത് ചെയ്യുക, ഇതിനെ മാറ്റി എടുക്കാം ഗൈസ്. അതിനായിട്ട് പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഇവിടെ ഞാനതിനെ ഫുൾ സ്ക്രീൻ കൺവേർട്ട് ചെയ്യണം. അതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പബ്ലിക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും മോഡൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് തിരഞ്ഞെടുക്കാം ഗൈസ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഗൈസ് ആഡ് കാർട്ടിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഗൈസ് വളരെ അത്ഭുതം തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് ഫ്രീ ഷിപ്പിങ്, അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ, പിന്നെ ഓൺലൈൻ സപ്പോർട്ട് 24 hour കാര്യങ്ങളൊക്കെ, ഷോപ്പ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ, ഇവിടെ ഹോം പേജ്, പ്രൊഡക്റ്റ്, അബൌട്ട്, കോണ്ടാക്റ്റ് എല്ലാതും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കാർട്ടിൻ്റെ ആ ചിഹ്നവും കാര്യങ്ങളൊക്കെ ഇവിടെ
വളരെ മനോഹരമായിട്ട് തന്നെ അത് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പബ്ലിഷ് എന്ന് കൊടുക്കുക. പബ്ലിഷ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബിൽ നമ്മളെല്ലാം ചെക്ക് ചെയ്യണം. നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് മനോഹരമായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഓരോന്ന് കൊടുത്ത് അത് കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അത് ജസ്റ്റ് നമുക്ക് പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പബ്ലിഷ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ഗ്രേഡ് പ്ലാൻ എന്ന് കാണാൻ കഴിയും. ജസ്റ്റ് നമുക്ക് ഈ വെബ്സൈറ്റ് നിർമ്മിക്കാൻ ഫ്രീ ആണ്. പിന്നെ അത് നമുക്ക് പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കത് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഗൈസ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണിത്. ഫുൾ സ്ക്രീനിൽ കാണുമെങ്കിൽ ഫുൾ സ്ക്രീനിൽ കാണാം. നമുക്ക് ഡൗൺലോഡ് കോഡ് വേണമെങ്കിൽ ഡൗൺലോഡ് കോഡ് അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വെബ്സൈറ്റിൻ്റെ കോഡ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.